ഹായ് ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് കല്ലട ആറ്റിലേക്കാണ്. അപ്പോൾ ആറ്റിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ചിന്നൂസിനെ കൊണ്ട് നമ്മൾ ആറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഓടിച്ച് കളയുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ആറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവഴിയാണ് ഞങ്ങൾ ആറ്റിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആരും പോകാത്തത് കൊണ്ട് എല്ലാം വഴിയെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് കല്ലടയാറ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് മീനെയൊക്കെ നോക്കി. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി നമ്മുടെ അഭിജിത്തും സുജിത്തും ശ്രീഹരിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ എങ്കിൽ നമുക്കതിനെ പിടിക്കാൻ പറ്റിയില്ല. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പുതഞ്ഞു പോകും. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങ് പാറയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വഴി മുടക്കിയായിട്ട് ഒരു പോത്ത് ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ധൈര്യശാലിയായ അഭിജിത്തിനെ ആദ്യം വിട്ടു. അഭിജിത്ത് എന്തോ ചെയ്യണമെന്ന് ആലോചിച്ച് അവിടെ നിൽക്കുകയാണ്. അഭിജിത്ത് പിന്നെ അവിടുന്ന് ഒരു കമ്പൊക്കെ എടുത്ത് പോത്തിനെ വഴി മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. ധൈര്യത്തോടുള്ള നിപ്പ് കണ്ടാൽ അറിയാം. അവൻ എന്നെ മാറ്റി നിർത്തിയേക്കാണ്. അപ്പോൾ ചിന്നൂസിനെ ആദ്യം പറഞ്ഞു വിട്ടു. അതിന് പൊട്ട് കുറേ ഞാൻ പോയി. അവളവിടെ വീണു ഗൈസ്. പക്ഷേ വീഡിയോയ്ക്കകത്തത് കിട്ടിയിട്ടില്ല നല്ലപോലെ. അത് കഴിഞ്ഞ് അവൻ്റെ പൊട്ട് പുറമെ വന്ന അഭിജിത്തും അവിടെ വീണ്. പിന്നെ ശ്രീകരിയും ഞങ്ങളെല്ലാവരുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അഭിജിത്തിൻ്റെ തൊട്ട് പിന്നാലെ ചിന്നൂസ് ഓടി അങ്ങ് പോയി. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റിയില്ല. ഞാനും പുറകെ പിടിച്ചു. ഓക്കെ, അവിടെ ചെന്ന് ചിന്നൂസ് അവിടെ ഇരുന്നു. നേരെ ചെന്ന് ഞങ്ങൾ അപ്പുറത്തെ പാറയിലേക്ക് പോയി. അപ്പുറത്തെ പാറയിലേക്ക് പോകുന്നത് ഇച്ചിരി അഡ്വഞ്ചറാണ്. പണ്ട് ഞങ്ങൾ ചാടി പോയിക്കൊണ്ടിരുന്ന പാറയാണ്. പിന്നെ നേരെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നു. പക്ഷേ വലിയ വെള്ളമില്ലായിരുന്നു. ചിന്നൂസിനെ വിളിച്ചെങ്കിലും ചിന്നൂസ് ഇറങ്ങി വന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെ ഉടുപ്പ് ഞാൻ ചിന്നൂസിൻ്റെ കൊടുത്തു പിടിക്കാൻ. പക്ഷേ അവളവിടെ ഇട്ടു, പോക്കറ്റുണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഞങ്ങൾ വള്ളത്തിൽ കയറി. പക്ഷെ വള്ളം കെട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തുഴയാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ ചുമ്മാ കമ്പൊക്കെ എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളൊക്കെ തെള്ളി. പിന്നെ അവളെ ഇരുത്തി ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ സുജിത്തായിരുന്നു നമ്മുടെ ഫോട്ടോഗ്രാഫർ. അങ്ങനെ പിന്നെ കുറേ നേരം വള്ളത്തിലൊക്കെ ഇരുന്നു. ചിന്നൂസിന് വള്ളം അനങ്ങുമ്പോൾ പേടിയാണ്. ഞാൻ ഇങ്ങനെ നിൽക്കുന്ന കണ്ട് എനിക്ക് ധൈര്യം ഉണ്ടെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ ഒക്കെ തുഴഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കയറിപ്പോയി. ചിന്നൂസിന് പേടിയായി, മതി നിർത്താൻ പറഞ്ഞു.